ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ആൻഡ് വീറ്റ് കാസറോളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നതാണ്. അതിനുവേണ്ടി ഒരു പാനിലോട്ട് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് സോർ ക്രീം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സോർ ക്രീം എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ചോക്കോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച സോർ ക്രീം 1 കപ്പ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലോട്ട് 2 കിലോ ബോൺലെസ് ചിക്കനും 2 കിലോ മിക്സഡ് വെയിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. മാഷ് പൊട്ടറ്റോ ഇവിടെ റെഡിയാണ്. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ബൗളിലേക്ക് ചിക്കനും വീറ്റ് വെളുത്തും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചാണ് ചിക്കൻ സ്റ്റോക്കും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും ആവുന്ന രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ വെയിറ്റ് വെളുത്തും ചിക്കനും പൊടിഞ്ഞു പോകാതെ വേണം എടുക്കാൻ. ചിക്കൻ വെയിറ്റ് വെളുത്തും ഓൾറെഡി ബോയിൽ ചെയ്താണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് തരിയുള്ള ടൈപ്പ് കോൺ സ്റ്റാർച്ച് കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തിക്നെസ് കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പറയുന്നത് നമുക്ക് ഉടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പാനിൽ നമുക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഓയിൽ സ്പ്രേ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ബട്ടർ പേപ്പർ കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് 150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച പാനിലോട്ട് ഈ മിക്സ് മുഴുവൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ മിക്സ് മുഴുവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ മാഷ് പൊട്ടറ്റോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലെങ്ത് കൂടാതിരിക്കാനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇവിടെ കാണിക്കാത്തത്. അപ്പോൾ മാഷ് പൊട്ടറ്റോ മുകളിൽ മുഴുവൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്യണം. 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് ബേക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആൻഡ് വീറ്റ് കാസറോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.